ക്ലാവിക്കിൾ അല്ലെങ്കിൽ കോളർ ബോൺ. ഈ കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒൺലി ലോങ് ബോൺ വിച്ച് ഇസ് ലൈങ് ഹൊറിസോണ്ടലി ലൈ ചെയ്യുന്ന ഒരേ ഒരു ബോൺ ആണ് കോളർ ബോൺ എന്ന് പറയുന്നത്. അതിനകത്തിൽ ദ മീഡിയൽ എൻഡ് സ്റ്റേർണവുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഒരു ലോങ് പോർഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഷാഫ്റ്റ് എന്നും. ലാറ്ററൽ എൻഡ് സ്കാപ്പുലയുടെ അക്രോമിയൻ പ്രോസസ്സുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ മെഡുലറി ക്യാവിറ്റി ഇല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മെഡുലറി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്, ദർ ഇസ് നോ മെഡുലറി ക്യാവിറ്റി. ദെൻ ഫസ്റ്റ് ടു ഓസിഫിക്കേഷൻ ഇൻട്രായൂട്രൽ ലൈഫിൽ ആദ്യമായി നടക്കുന്ന ബോൺ എന്ന് പറയുന്നത് ക്ലാവിക്കിളാണ്. 5th to 6th വീക്ക് ഓഫ് ഇൻട്രായൂട്രൽ ലൈഫിൽ തന്നെ ക്ലാവിക്കിൾ ഓസിഫൈ ആവുന്നു. പിന്നെ ഈ ക്ലാവിക്കിൾ ത്രൂ ഔട്ട് ദി എക്സ്റ്റെൻഡ് സബ്ക്യൂട്ടീനിയസ് ആയിരിക്കും. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ, നമ്മുടെ ക്ലാവിക്കിൾ ത്രൂ ഔട്ട് ദി എക്സ്റ്റെൻഡ് തന്നെ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിന് ഒൺലി ലോങ് ബോൺ വിത്ത് 2 പ്രൈമറി സെൻറ്റർ ഈസ് ദ ക്ലാവിക്കിൾ ഈസ് ദ ഒൺലി ലോങ് ബോൺ വിത്ത് 2 പ്രൈമറി സെൻറ്റേഴ്സ്. ഇനി 2 പാർട്ടുകളാണ് വരുന്നത് ക്ലാവിക്കിളിന്. ഒരു ഷാഫ്റ്റ് പോലത്തെ ഒരു ലോങ് പോർഷനും ഉണ്ട്, 2 എൻഡുകളും ഉണ്ട്. അതിനകത്തിൽ 2 എൻഡ് ഉണ്ട്, അതിന് നമ്മൾ പറഞ്ഞു മീഡിയൽ ലാറ്ററൽ എൻഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടലി ലൈ ചെയ്യുന്നൊരു ബോണാണ്, അതുകൊണ്ടാണ് ഈ മീഡിയൽ എൻഡ് ലാറ്ററൽ എൻഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഈ മീഡിയൽ എൻഡിനെ വേറൊരു പേരാണ് സ്റ്റേർണൽ എൻഡ് എന്നും, പിന്നെ ലാറ്ററൽ എൻഡിനെ അക്രോമിയോൺ എൻഡ് എന്ന് നമുക്ക് പറയാം. ഈ മീഡിയൽ എൻഡ് എങ്ങനെയായിരിക്കുന്നത്? ക്വാഡ്രിലാറ്ററലാണ് ഷേപ്പ്. കണ്ടോ, നമ്മൾ ആ പിക്ചറിൽ തന്നെ കാണാം, ക്വാഡ്രിലാറ്ററൽ ഷേപ്പാണ് മീഡിയൽ എൻഡ്. സാഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കുലർ സർഫസ് എന്തിനുണ്ട്? ഈ മീഡിയൽ എൻഡിനുണ്ട്. ആൻഡ് മീഡിയൽ എൻഡ് ഓർ സ്റ്റേർണം ഈസ് ക്വാഡ്രിലാറ്ററൽ വിത്ത് എ ക്ലാവിക്കുലർ നോച്ച് ഓഫ് മാനുബ്രിയം സ്റ്റേർണം. നമ്മൾ മാനുബ്രിയം സ്റ്റേർണം പഠിക്കുമ്പോഴാണ് നമ്മൾ മാനുബ്രിയം സ്റ്റേർണം ഒക്കെ പറയും. അപ്പോൾ അവിടമായിട്ടാണ് ഈ ബോണിന് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, വിത്ത് ക്ലാവിക്കുലർ നോച്ച് ഓഫ് മാനുബ്രിയം സ്റ്റേർണം ആൻഡ് ദ ജോയിൻറ്റ് വിച്ച് ഇസ് ഫോംഡ് ബൈ ദ മീഡിയൽ എൻഡ് ഓഫ് ദ ക്ലാവിക്കിൾ ആൻഡ് ദ സ്റ്റേർണം ഈസ് ദ സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. അപ്പം നമ്മുടെ സ്റ്റേർണം ഇരിക്കുന്നു, അതും ക്ലാവിക്കിളോട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണിലെ ജോയിൻ്റ് ഏതാണ്? സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻ്റ് ആണ്. ഇനി ലാറ്ററൽ എൻഡിൻ്റെ വേറൊരു പേരെന്താ? അക്രോമിയോൺ എൻഡ്. നമ്മൾ പറഞ്ഞു സ്കാപ്പുലയിലെ അക്രോമിയോൺ പ്രോസസ്സുമായിട്ടാണ് ഇതിന് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പം ഫ്ലാറ്റൻഡ് ആണ്, എബവ് ഡൗൺവേർഡ്സ് ഇത് ഫ്ലാറ്റൻഡ് ആണ്. എന്നാൽ മീഡിയൽ എൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ക്വാഡ്രിലാറ്ററലാണ്, അത് സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് ഫ്ലാറ്റൻഡ് ആണ്, എബവ് ഡൗൺവേർഡ്സ്, ഈ ലാറ്ററൽ എൻഡ്. ആൻഡ് ഓവൽ ആയിട്ടുള്ള ഫേസെറ്റാണ് ഫോം ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് വിത്ത് മീഡിയൽ മാർജിൻ ഓഫ് ദ അക്രോമിയോൺ ആൻഡ് ഫോംസ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. ഇഫ് ദിസ് ഈസ് ഇവിടെ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏത് ജോയിൻറ്റ്സ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത്? മീഡിയൽ എൻഡ് വിത്ത് സ്റ്റേർണം ദേ വിൽ ഫോം സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. എന്നാൽ ലാറ്ററൽ എൻഡ് അക്രോമിയോൺ എൻഡ് എന്നാണ് പറയുന്നത്. ഈ